വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വെക്കേഷൻ തുടങ്ങിയിട്ട് 8 ദിവസം തികഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് പോകുന്നത്. ഇത് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അച്ഛനും അമ്മക്കൊക്കെ ഇത് ഭയങ്കര നൊസ്റ്റാൾജി എന്നാ പറയുന്നത്. ഒരു കല്യാണം ഉറപ്പിച്ചുണ്ട് ആദ്യം പോയി ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഐസ്ക്രീം കഴിച്ചത് ഹോം മെയ്ഡ് ഐസ്ക്രീം ആണ്. അതാ ഇവര് തിരുവനന്തപുരം പോയാണ് കഴിച്ചെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് പാതിരപ്പള്ളിയിലോട്ടാ പോകണം. ഒരു തോപ്പിൽ ഷോപ്പ് ഒന്നും കണ്ടാവും. നമ്മളിപ്പോ അവിടെ പോയി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. വെക്കേഷൻ തുടങ്ങിയതോടെ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായി രണ്ടുപേർക്കും. ഫോൺ എടുത്ത് വെച്ച് ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, ഇത് പറയാനേ നേരമുള്ളൂ. പക്ഷേ ഐസ്ക്രീം കൈ കിട്ടിയപ്പോഴത്തേക്കും അവർ വ്ളോഗിൻ്റെ കാര്യമൊക്കെ മറന്ന് ഫോണൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടേക്ക് വന്നത്, ഈ ഹോം മെയ്ഡ് ഐസ്ക്രീം. ഇതിപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം തോന്നാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈ ഐസ്ക്രീം കാണാനിടയായി. അപ്പോഴാണ് തിരക്കി പിടിച്ച് വന്നപ്പോഴത്തേക്കും ഇത് പാതിരപ്പള്ളിയിൽ നിന്നാണ് കഴിച്ചത്. തോപ്പിൽ ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്, അവിടെ നിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തോപ്പിൽ ബേക്കറി അന്വേഷിച്ച് ഇവിടെ എത്തി. ഇത് ഈ ഒരു ബൗള് നിറച്ച് ഐസ്ക്രീം ഉണ്ടാകും കേട്ടോ. 40 രൂപയാണ് ഒരു ഐസ്ക്രീമിന് വരുന്നത്. ഈ ഫ്ലേവറൊന്നും മക്കൾക്ക് പിടിക്കില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്ദു പൊതുവെ ഐസ്ക്രീം ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല, എന്നാലും അവനും ഇത് ഇഷ്ടപ്പെട്ടു. അവൻ്റെ മുഖം വലിച്ചതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും അവൻ കഴിച്ചു കഴിയാത്തത് കൊണ്ടാണ് അവനൊരു സങ്കടം. അവൻ ദയനീയമായിട്ട് എനിക്കിട്ട് നോക്കിയത്. അത് പൊതുവേ ഫുഡ് കഴിക്കാനിരുന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏറ്റവും അവസാനമേ കഴിച്ചു കഴിയുള്ളൂ. എന്നിട്ട് ഈ ഒരു മുഖം വെപ്പും ഈ ഒരു സങ്കടം പറച്ചിലും ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവൻ ഫുഡ് കഴിക്കുന്നവരെ ഞാൻ കഴിക്കാതെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. കഴിച്ചു തീർന്നതിന് ശേഷം ലാസ്റ്റ് ഒരു പിടി കഴിച്ച് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അവൻ ഇപ്പോഴും തോറ്റുപോയി എന്നും പറഞ്ഞിട്ട് സങ്കടമാണ്. അങ്ങനെ ഏതായാലും ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചതിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴത്ത് കമൻറ്റ് വന്നു, ഇത് പാതിരപ്പള്ളി തോപ്പിൽ ബേക്കറിയിൽ മാത്രമല്ല കഞ്ഞിക്കുഴിയിലും ഇവരുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമുണ്ട്, അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് ജംഗ്ഷനിലൊരു കടയുണ്ടെന്ന് പറഞ്ഞു. ആ കടയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതേപോലെ ആലപ്പുഴയിലും ഈ സെയിം ഐസ്ക്രീം കിട്ടുന്നത്. എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഹോം മെയ്ഡ് ഐസ്ക്രീം ഉള്ളൂ. എന്തായാലും നമുക്കത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടിക്കാലത്തേക്കുള്ള ഒരു പോക്കാണ്, ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് കേട്ടോ. നന്ദുക്കുട്ടൻ കഴിച്ചു കഴിയുന്ന സമയം കൊണ്ട് ഇവിടെ ഒരാൾ ഐസ്ക്രീം പാഴ്സൽ വാങ്ങിക്കുവാണ്. അപ്പം അങ്ങനെ ഏതായാലും 1 കിലോത്തിൻ്റെ ഒരു പാക്കറ്റ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ അവർ ടിന്നകത്തൊക്കെ ആക്കി പാക്ക് ചെയ്താണ് തന്നത്. അപ്പം ഐസ്ക്രീമും കഴിച്ചു, പാഴ്സലും വാങ്ങിച്ചു. നമ്മൾ അവിടെ നിന്ന് നേരെ പോന്നു. അപ്പോൾ ഇതാണ് തോപ്പിൽ ബേക്കറി.